ശക്തമായതോടെ മഴക്കെടുതികളിൽ 4 മരണം. പാലക്കാട് വീട് തകർന്ന് 80-കാരിയും കാസർഗോഡ് ഒഴുക്കിൽപ്പെട്ട 8 വയസ്സുകാരനും മരിച്ചു. ഇടുക്കിയിൽ 19-കാരൻ മുങ്ങി മരിച്ചു. ആലപ്പുഴയിൽ കടലിൽ കാണാതായ വിദ്യാർത്ഥിയുടെ മൃതദേഹം ലഭിച്ചു. കണ്ണൂരിൽ ഒരാൾ ഒഴുക്കിൽപ്പെട്ടു. കോഴിക്കോട് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. പത്തനംതിട്ട വീടിന് മുകളിലേക്ക് മരം വീണ് ഭാര്യയ്ക്കും ഭർത്താവിനും പരിക്കേറ്റു. മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ റെഡ് അലർട്ടും പാലക്കാട്, തൃശൂർ, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും തുടരുകയാണ്. സംസ്ഥാനത്ത് മൺസൂൺ വീണ്ടും ശക്തി പ്രാപിച്ചതോടെ മഴക്കെടുതികളും കൂടുകയാണ്. പാലക്കാട് മണ്ണാർക്കാട് വീട് തകർന്ന് 80-കാരി മരിച്ചു. ഇടുക്കി മൂലമറ്റത്ത് ത്രിവേണിയിൽ 19-കാരൻ മുങ്ങി മരിച്ചു. ആലപ്പുഴയിൽ ഇന്നലെ കടലിൽ കാണാതായ വിദ്യാർത്ഥിയുടെ മൃതദേഹം ലഭിച്ചു. കണ്ണൂരിൽ കൊട്ടിയൂർ ഉത്സവത്തിന് ദർശനത്തിനെത്തിയ ആളെ പുഴയിൽ കാണാതായതായി സംശയം. കോഴിക്കോട് മാറാട് വെസ്റ്റ് മാഹിയിൽ ചുഴലിക്കാറ്റിൽ വീടുകളുടെ മേൽക്കൂരകൾ തകർന്നു. വിലങ്ങാട് അപകട മേഖലയിൽ കഴിയുന്നവരെ ബന്ധുവീടുകളിലേക്ക് മാറ്റി. നഗരത്തിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. ചാലിയാറും ചെറുപുഴയും ഇരുവഴിഞ്ഞിയും കരകവിഞ്ഞു. എറണാകുളത്ത് പെരിയാറിൽ ജലനിരപ്പ് ഉയർന്നതോടെ ആലുവ മണപ്പുറത്തെ ശിവക്ഷേത്രം മുങ്ങി. പാലത്തിങ്ങൽ കോട്ടന്തല AMLP സ്കൂളിന്റെ മേൽക്കൂര തകർന്നു. പത്തനംതിട്ട മലയാലപ്പുഴയിൽ വീടിന് മുകളിലേക്ക് മരം വീണ് ഭാര്യയ്ക്കും ഭർത്താവിനും പരിക്കേറ്റു. പാലക്കാട് തൃത്താലയിൽ കിണർ ഇടിഞ്ഞു താഴ്ന്നു. കൊടുവായൂർ ഇലമന്തത്ത് SIയും കുടുംബവും സഞ്ചരിച്ച കാറിലേക്ക് മരം വീണു. കാഞ്ഞിരപ്പുഴ, ശിരുവാണി, മംഗലം ഡാമുകളുടെ ഷട്ടറുകൾ ഉയർത്തി. വയനാട് വാളാട് ഇല്ലത്തുമൂലയിലും കിണറിടിഞ്ഞു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.